ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏതു രൂപത്തിലാണോ കണ്ടിരുന്നത് ആ ഒരു സൗഹാർദ്ദം തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. കോഴിക്കോട്ടെ ഖാദിമാരുടെ ചരിത്രം വളരെ പ്രശസ്തമാണ്. ആ മഹത്തായ ഒരു സ്ഥാനത്തേക്കാണ് വന്നിരായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളവർകൾ ഇന്ന് അവരോധിതനാകുന്നത്. ലോകപ്രശസ്ത സാഹിത്യകാരനും എഴുത്തുകാരനും ആത്മീയ ഗുരുവുമായിരുന്ന ഖാദി മുഹമ്മദ് അവർകൾ അമേരിക്കയിലും ഫിജിയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെയുള്ള മൈഗ്രന്റ് മലയാളീസ്, അവർക്കൊന്നും മലയാളം ഒരു അക്ഷരം പോലും അറിയില്ലെങ്കിലും ഖാദി മുഹമ്മദ് അവർകൾ രചിച്ച മൊഹീദ്ദീൻ മാല അവർക്ക് കാണാതെ അറിയാം. അവരുടെ പ്രശസ്തമായ അറബി ഗ്രന്ഥമാണ് ഫതുഹുൽ മുബീൻ, നേരത്തെ ഇവിടെ പരാമർശിച്ചു. അതിൽ പറയുന്ന 2 വരികൾ മാത്രം ഈ സദസ്സിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന നിലയ്ക്ക് ഞാനിവിടെ ഓർക്കുകയാണ്. ويعلم الهمة للسلطان السامري المشهور في البلدان. السامري من سامودري صاحب كاليكوت المشهور لا زال من فضل الغناء المعمور وهو محب ديننا الإسلامي. സാമൂതിരി രാജാവിന്റെ പോരിഷ പറയുകയാണ്. അറബിയിൽ ഒരു ഗ്രന്ഥം എന്തിനാണ് ഖാദി അവർകൾ രചിച്ചത്? മലയാളികൾക്ക് വേണ്ടിയല്ല, അറബ് ലോകം മുഴുവനും കോഴിക്കോടിന്റെ കഥ അറിയാൻ വേണ്ടിയാണ്. ആ ഗ്രന്ഥത്തിൽ അവർ പറയുന്നത് വഹുവ മുഹിബ്ബു ദീനിനൽ ഇസ്ലാമി, സാമൂതിരി നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ വളരെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെയും ബൈനദൽ അനാമി നാസിറുദ്ദീനിന, ഈ മതത്തിനു വേണ്ടി ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്യുന്ന വ്യക്തിയുമാണ്. മുജിരി ഷറഇന, മുസ്ലിങ്ങൾക്കിടയിൽ ഷറഇന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളും ആണ്. ഇപ്പൊ ഭരണാധികാരികൾ മറ്റു മതക്കാരായാലും പൊതുഭരണമായാലും ഒക്കെ ഓരോ മതക്കാർക്കും അവരുടെ മതത്തിന്റേതായ രീതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിൽപ്പെട്ടതാണ് ഖാദിയെ നിയമിക്കുക എന്നതും. حتى بخطبة على سلطاننا والمسلمون كلهم رعية وإن يكن في أي أرض بلدة എന്ന് പറഞ്ഞിട്ട് വിശാലമായ ആ കവിതയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഖാദി സ്ഥാനം എന്ന് പറയുന്നത്? ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്തുള്ള ഒരു വിധികർത്താവ് എന്ന് പറയുന്ന ഖാദിയല്ല, മറിച്ച് മുസ്ലിംകൾ അഖല്ലിയത്തായ നാട്ടിൽ പോലും അവരുടെ ആവശ്യങ്ങൾ പലതും നിറവേറ്റാൻ ഒരു ഖാദി ആവശ്യമാണ്. അപ്പോ ആ ഖാദിയെ ഗവൺമെന്റ് നിശ്ചയിക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഹല്ലുൽ അഖ്ദി, അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയും, നാട്ടുകാരണവന്മാരെന്നാണ് മലയാളത്തിൽ പ്രയോഗിക്കുക. ആ നാട്ടിലെ മുസ്ലിംകൾക്കിടയിൽ അധികാരമുള്ള കമ്മിറ്റിക്കാർ എന്നൊരർത്ഥം. അവർ നിശ്ചയിക്കും ഖാദിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിരിച്ചുവിടാൻ കമ്മിറ്റിക്ക് അധികാരവും ഇല്ല. ഖാദിയാണ് പിന്നെ അധികാരം കൂടുതലുള്ള ആൾ. ആ ഖാദി നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോമ്പിന്റെ മാസം ഉറപ്പിക്കുക, പെരുന്നാളിന്റെ മാസം ഉറപ്പിക്കുക. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി വഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. നോമ്പ് മാസം കണ്ടാൽ മാത്രം നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ മാത്രം പെരുന്നാൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ 30 ദിവസം പൂർത്തിയാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉറപ്പിക്കുന്നത് ഖാദിയാണ്. ഖാദി ഉറപ്പിച്ചാൽ പിന്നെ അന്ന മാസം കാണുമോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടതില്ല, ഖാദിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അത് ഉറപ്പിച്ചാൽ നമുക്കെല്ലാം പെരുന്നാളാകും. അതുപോലെ ഖാദി നിക്കാഹിന് കാർമ്മികത്വം കൊടുക്കുന്ന ഒരാളല്ല ഖാദി. നിക്കാഹിന് ആർക്കും കാർമ്മികത്വം കൊടുക്കാം. ആ നിക്കാഹിനെ കുറിച്ച് വിവരമുള്ള ഒരാൾ ആ കാര്യം ശരിയാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ